നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ലയിൽ ചാലക്കുടി നഗരസഭ 6-ാം വാർഡ് സിത്താര നഗർ പൂങ്കോടി ദേശത്ത് 123A നമ്പർ വീട്ടിലെ താമസക്കാരനായ പുളിക്കൽ വീട്ടിൽ ആൻഡു വറീദെന്ന ആൻഡു PV. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ആഴ്ചയിൽ 4 ഡയാലിസിസ് വീതം ചെയ്യുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് പ്രീതി ബാബു. ഞാൻ ചാലക്കുടി നഗരസഭയിലെ 6-ാം വാർഡ് സിത്താര നഗറിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തിയാണ്, ഒരു കുടുംബമാണ് ആൻറ്റേട്ടൻ്റെ. ആൻറ്റേട്ടൻ ഒരു 7 വർഷത്തോളമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്. തീർത്തു നിർധന കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ മകനും ഒരു അപകടമൊക്കെ പറ്റി കുറേ നാളായിട്ട് ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഒരു സമയമാണ്. ഈ വീടിന് വേറെ ഒരു വരുമാനമാർഗ്ഗം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ ഇവർക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ജോലി ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു. 7 വർഷം മുമ്പ് ഒരു പനി വന്നതിനെ തുടർന്ന് അമല ഹോസ്പിറ്റലിൽ കാണിച്ചു. വൃക്കയ്ക്ക് തകരാറാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 5 ദിവസം ഡയാലിസിസ് ചെയ്തു. 18 ദിവസം അവിടെ കിടന്നു. ഇപ്പോൾ 3 വർഷമായി ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇപ്പോൾ പള്ളവേദന മൂലം നേരെ കിടക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ പേര് ബിൻഡോ. എൻ്റെ അപ്പച്ചനാണ് ആൻഡു. ആൾക്ക് 2017 ഒരു ന്യൂമോണിയ പിടിപെട്ടതാ. സെൻറ്റ് ജെയിംസിൽ പോയിട്ട് അവിടുന്ന് കൂടുതലായിട്ട് തൃശ്ശൂർ അമലയിൽ പോയി. അമലയിൽ 1 മാസത്തോളം കിടന്നു. 9 ദിവസം ICUയിൽ ഡയാലിസിസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം 1 മാസത്തിന് തിരിച്ചു വന്നു. ഇപ്പോൾ ആൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. ആഴ്ചയിൽ ഇപ്പോൾ 4 ഉണ്ട്. അപ്പച്ചന് വയ്യാത്ത ഞാൻ തന്നെ അപ്പച്ചന് കൊണ്ടുപോകണേ. എനിക്കാണെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു 7 മാസത്തോളമായി. ഞാൻ വെൽഡിങ്ങിൻ്റെ ജോലിയാണ്. ട്രഫോളിന് പറഞ്ഞ് കാലുമ പൈപ്പ് വീണ് കാലുമ സർജറി കഴിഞ്ഞിരിക്കുക സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ. ഒരു 7 മാസത്തോളം ഞാനും വീട്ടിലുണ്ട്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ 2 കുട്ടികൾ, ഭാര്യ, അമ്മ. ഇവരെല്ലാവരും ഈ ഒരു ചെറിയ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സഹായം ഞങ്ങളെ കുടുംബത്തിന് എന്തെങ്കിലും നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ഓർക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ചേർന്നാണ് ഡയാലിസിസിന് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിന്റെ മകന് ജോലി സ്ഥലത്ത് വച്ച് ഒരു അപകടം സംഭവിച്ചതിനാൽ ജോലിക്ക് പോകുവാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ പേര് ബേബി. എൻ്റെ ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബമൊക്കെ നോക്കിയിട്ട് നടന്നതാണ്. ഇപ്പം ആൾക്കൊന്നിനും പറ്റണില്ല. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടിയാണ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകണ. കാലത്ത് പോയി കഴിഞ്ഞ് 4 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരണേ. അപ്പം ഈ മരുന്നുകൾ ഇപ്പോൾ ആൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വന്നു. അതിന് കുറേ ദിവസം ആസ്പത്രിയിൽ കിടന്നു. അവിടുന്ന് പേര് വെട്ടി വന്നിട്ടുള്ളൂ. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ പള്ളയ്ക്ക് വേദനയും തണ്ടൽ വേദനയും തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞത് 4 വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് 4 വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്നിട്ടും കുറയണില്ല. ഇനിയിപ്പോൾ ചെന്നിട്ട് ഡോക്ടർ പറയണം എന്താ വേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട് വേണം ഇനി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എൻ്റെ മോന് വയ്യാണ്ടിരിക്കുന്നു. കാൽമത്തെ കമ്പി എടുത്തിട്ടില്ല. ഞാൻ വേറെ പണിക്കൊന്നും പോണില്ല. ഒരു സ്ഥലത്ത് ഒന്നും പോകാൻ പറ്റില്ല. കാലുവേദനയൊക്കെയാണ്.
പിന്നെ അപ്പച്ചനെ ഇങ്ങനെ കൊണ്ടുപോണ കാരണം പിന്നെ എനിക്ക് പണിക്ക് പോകാനും പറ്റണമെങ്കിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ഞങ്ങളിങ്ങനെ ജീവിക്കാൻ തന്നെ ഞങ്ങൾക്ക് പറ്റണില്ല. 2 കുട്ടികളുണ്ട്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇത് കണ്ടിട്ട് നല്ലവരായ എല്ലാവരും കൂടി ഞങ്ങളെ സഹായിക്കണം. ഭാര്യയും മകനും മകന്റെ ഭാര്യയും കുട്ടികളും അടങ്ങുന്നതാണ് ആൻഡുവിന്റെ കുടുംബം. ഇപ്പോൾ മകന്റെ ഭാര്യയുടെ അമ്മയും ഇവരോടൊപ്പമുണ്ട്. അവരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല, തളർന്നു കിടപ്പാണ്. ഇവരുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഏക മകനും തൽക്കാലം അപകടത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിലായതിന്റെ വിഷമം ചെറുതൊന്നുമല്ല ഇവരെ അലട്ടുന്നത്. എന്റെ പേര് ലിമ. ഞാൻ അവിടുത്തെ മരുമകളാണ്. അപ്പച്ചനെ പോലെ തന്നെ എന്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മ സുഖമില്ലാണ്ട് 4 കൊല്ലമായിട്ട് തളർന്ന് കിടക്കാണ്. അമ്മേനെ നോക്കണം ഞാൻ തന്നെയാണ്. ഹസ്ബൻഡിന് കാലിന് ആക്സിഡന്റ് പറ്റി ഇരിക്കുകയാണ്. അതുകൊണ്ട് വരുമാനമൊന്നുമില്ല ഇപ്പോ. അല്ല, നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കുകയും നിങ്ങൾ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യണം. ഒന്നര സെന്റ് ഭൂമിയിൽ മുനിസിപ്പാലിറ്റി പണിതുകൊടുത്ത ഒരു ഭവനത്തിലാണ് ഇവരുടെ താമസം. ഇടുങ്ങിയ മുറികളുള്ള ഈ വീട്ടിൽ 2 രോഗികളുമായി ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞുകൂടുന്നത്. ഒരു കാലത്ത് വളരെ സന്തോഷവും സംതൃപ്തിയുമുള്ള ജീവിതം നയിച്ചിരുന്നവരായിരുന്നു ഇവർ. 1 രൂപ പോലും അനാവശ്യമായി നശിപ്പിക്കുന്ന ആളായിരുന്നില്ല ശ്രീ ആൻഡോ. പക്ഷേ ഇപ്പോൾ യാതൊരു വരുമാനവുമില്ലാതെ ചികിത്സിക്കുവാൻ പോലും കഴിയാതെ ഇവർ വിഷമിക്കുകയാണ്. എനിക്ക് ജോലി ഓട്ടോറിക്ഷ ഓടിക്കലായിരുന്നു. അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഉച്ചവരെ വണ്ടി ഓടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കിടക്കും. അങ്ങനെ പനി പിടിച്ചിട്ട് ന്യൂമോണിയായി. അങ്ങനെ ന്യൂമോണിയായി സെൻറ്റ് ജെയിംസിൽ കൊണ്ട് ആഗസ്റ്റ് 14-ാം തീയതി കൊണ്ട് ചേർത്തി. അവിടുന്ന് ആഗസ്റ്റ് 15-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിറയൽ വന്നു. അങ്ങനെ അവിടുന്ന് ആംബുലൻസ് വിളിച്ച് അമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഐസിയിൽ കയറ്റി 9 ദിവസം ഡയാലിസിസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കിടത്തി 18 ദിവസം അവിടെ കിടന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ലേശം കുറവുണ്ട്, ഇനി ഗുളിക കഴിച്ചാൽ മതി. അത് അവിടെ സെൻറ്റ് ജെയിംസിലോ എവിടെയെങ്കിലും ഗുളിക മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു 3 കൊല്ലം കഴിച്ചാണ്. ഇപ്പോൾ 2ാമത് ഡയാലിസിസ് ക്രിയാറ്റിൻ കൂടിയ കാരണം 2ാമത് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അങ്ങനെ ഡയാലിസിസ് ചെയ്തിപ്പോൾ 3 കൊല്ലമായി. ഞാൻ കൊടകര ആശുപത്രിയിലാണ് മുന്നേ ഡയാലിസിസ് ചെയ്തത്. അവിടെ 1700 അങ്ങോട്ട് ചാർജ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് പൈസ കിട്ടാണ്ടായി. ഇപ്പോൾ ഞങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോയി അവിടെ അപേക്ഷ വെച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു 60 ആളുടെ വേക്കൻസി കഴിയണം നിങ്ങൾക്കിത് കിട്ടാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുനിസിപ്പാലിറ്റി ചെയർമാനെ പോയി കണ്ട് ആ ചെയർമാൻ ഒരു ലെറ്റർ തന്നു. അതവിടെ കൊണ്ടുകൊടുത്തപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡയാലിസിന് അനുവദിച്ചു. ഇപ്പോൾ സെൻറ്റ് ജെയിംസിൽ അല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 3 ചെയ്തിട്ട് കുറവിലാണ്, നീര് കൂടുതലാണ്. അപ്പോൾ 2 ആഴ്ചയ്ക്ക് 4 പറഞ്ഞു. ഇപ്പോൾ 1 ചെയ്തു. ഇനി അടുത്ത ശനിയാഴ്ച വരുമ്പോഴേക്കും 1 ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പോയി പരിശോധിക്കണം. എനിക്കാണെങ്കിൽ ഇപ്പോൾ ദേഹം അടച്ച് വേദനയാണ്. പള്ളയ്ക്ക് കുമ്പിടാൻ പാടില്ല, നീരാൻ പാടില്ല, തണ്ടൽ അനക്കാൻ പാടില്ല. അപ്പോൾ ഡോക്ടർ കണ്ടുപോയി ഡോക്ടർ പറഞ്ഞ് വെള്ളം കെട്ടിയിട്ട് എന്നാ അത് പറഞ്ഞ്. അങ്ങനെ 10 ദിവസം ഗുളിക കഴിക്കാൻ പറഞ്ഞ്
ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഡോക്ടറെ പോയി കാണുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ കുമ്പിടാൻ നേരം കിടക്കാൻ വരെ പറ്റില്ല, ഈ പള്ളേർ വേദന വന്നിട്ട്. ഇനി നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരെല്ലാവരും ഞങ്ങളുടെ ഈ ഇത് അപേക്ഷ കണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത്തരം അവസ്ഥയിലാണ് ഇവർ ശമരിയൻ പ്രോഗ്രാമിനെ സമീപിച്ചത്. ഇന്ന് ശമരിയനിലൂടെ ഒരു നല്ല സഹായം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം. സ്വന്തം പേരക്കുട്ടികൾക്ക് അവരുടെ പഠനം ഉൾപ്പെടെയുള്ള ചിലവുള്ള ഈ കാലത്ത് ഒരു വിധത്തിലും സഹായിക്കുവാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലാണല്ലോ ഞാൻ എന്നോർത്ത് ഈ കുടുംബനാഥൻ വിഷമിക്കുകയാണ്. തൻ്റെ ഏക മകനും ഈ അവസ്ഥയിലാണല്ലോ എന്നതും ആ ദുഃഖത്തിന്റെ തീവ്രത കൂട്ടുന്നുണ്ട്. എൻ്റെ ഈ വീട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പണിത് തന്നതാ. 1.5 സെൻറ്റിലാണ് ഇത് പണിതേക്കണേ. ഞങ്ങൾക്ക് വീടുണ്ടായി, ഓട് വീടായിരുന്നു. അതൊക്കെ അവർ പറഞ്ഞു ഓട് വീട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സഹായിച്ച് അവർ 4 ലക്ഷം രൂപ തന്നിട്ട് അവരുടെ ഇതിലാണ് സ്ഥാനത്തിലാണ് പണിത് തന്നെ. 1.5 സെൻറ്റിലാണ് ഈ വീട് ഇരിക്കണേ. അങ്ങോട്ട് ഇറക്കിയൊന്നും പണിയാൻ പറ്റില്ല. അവർ കയറ്റി പണിയാൻ പറഞ്ഞിട്ട് കയറ്റി പണിതിട്ട് അവർ വന്ന് നോക്കി. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇതിൽ കിടക്കണേ. ഞങ്ങൾക്ക് വേറെ ഒരു വരുമാനം ഇല്ല. ഈ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് ഇപ്പം അപ്പച്ചൻ്റെ വരായും കഴിഞ്ഞല്ലോ. അപ്പച്ചനിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റില്ല. മോനിപ്പോൾ പണിക്ക് പോയിട്ട് ഇത്ര 7 മാസമായി. ഒരു കാര്യമില്ല. ഇവിടെയൊക്കെ റേഷനരി കിട്ടണോണ്ട് നമ്മൾ അത് ഉള്ള കാരണം വെച്ച് കുടിച്ച് കിടക്കണം. നമ്മുടെ അയൽക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. എപ്പോഴും അവർക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാ. വണ്ടി ഓടിച്ച് 10 ദിവസം കളയില്ല, കുടിക്കില്ല, വലിക്കില്ല. നല്ലൊരു സ്വഭാവമുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. അതിനിടയ്ക്കാണ് ഇപ്പം അപ്പച്ചനിങ്ങനെ വയ്യാണ്ടായി ഇതുപോലെയായത്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ അവർക്ക് മനസ്സ് ഉണ്ടാവണേ പ്രാർത്ഥിക്കണുള്ളൂ. ഈ അവസ്ഥയിൽ ഗുഡ്നസ് ടിവിയുടെ നന്മ മനസ്സിൽ നിറഞ്ഞ നല്ല പ്രേക്ഷകരുടെ പ്രാർത്ഥനയും സഹായങ്ങളും ഇവർ ആഗ്രഹിക്കുന്നു. അർഹതപ്പെട്ടതാണെന്ന് കരുതി എന്നും ഇത്തരം അവസ്ഥയിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യരെ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സുമനസ്സുകളുടെ മുൻപിൽ ഇവരുടെ അഭിലാഷങ്ങളും അർത്ഥനകളും സവിനയം സമർപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഉഷ എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് ഉഷയുടെ ഭർത്താവ് മോഹനനാണ്. അവരുടെ വീട് കുട്ടനല്ലൂരാണ്. അവർ വാടകയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. 3 വർഷമായിട്ട് ഉഷയ്ക്ക് കിഡ്നി സംബന്ധമായ അസുഖങ്ങളാൽ ചികിത്സയിലാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലാണ് അവരുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു മകളാണുള്ളത്. ആ മകളെ കെട്ടിച്ചു വിടുകയുണ്ടായി. ഈ മോഹനൻ എന്ന സഹോദരൻ KSRTCയിലെ എംപാനൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് ജീവിത മാർഗങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ഗുഡ്നസ് TV ഈ ഉഷയുടെ അവസ്ഥ അറിയുവാനും ഉഷയ്ക്ക് വേണ്ടി കാര്യങ്ങൾ
ഈ ടി വിയിലൂടെ പരിചയപ്പെടുത്തുന്നതിനുമായിട്ട് ഇടയായത്. അത് കണ്ട ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുകയും സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1,75,000 രൂപ സമാഹരിക്കാനായിട്ടും കൊടുക്കാനായിട്ടും ഇപ്പോഴും സാധിക്കുകയാണ്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടി വിയുടെ പേരിൽ, ഗുഡ്നസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഞാൻ ഈ തുക ഇപ്പോൾ ശ്രീ മോഹനന് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ തുക സമാഹരിക്കുന്നതിനും ഇപ്പോൾ കൊടുക്കുന്നതിനും ഗുഡ്നസ് ടി വിക്ക് സാധിച്ചത് ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകരുടെ വലിയ ഉദാരമായ സംഭാവനകൾ മൂലമാണ്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സർവശക്തനായ ദൈവം നിങ്ങളെ കാത്ത് പരിപാലിക്കട്ടെ. സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ധാരാളമായിട്ട് നൽകട്ടെ. എല്ലാ വിജയങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവം നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണെന്ന് എനിക്കറിയാം. വളരെ പാവപ്പെട്ടവരും അന്നന്നേ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുമാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം പലരും ഫോണൊക്കെ വിളിക്കുമ്പോൾ അവർ പറയുന്നു അവർക്ക് കിട്ടിയ ക്ഷേമ പെൻഷനിൽ നിന്നും ഒരു വീതം നൽകുന്നതാണ് അത്, അല്ലെങ്കിൽ അവരുടെ കൂലിപ്പണിയിൽ നിന്നും ഒരു ദിവസത്തെ വേതനം നൽകുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടും അറിയാനുമായിട്ട് എനിക്കിടയാകുന്നുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരും അതിലും താഴ്ന്നയുള്ള ആളുകൾ വളരെ ഉദാരമായിട്ട് സംഭാവനകൾ നൽകുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക കുറഞ്ഞ സമയത്തിനുള്ളിൽ സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട് ഗുഡ്നസ് ടി വിക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉഷ എന്ന സഹോദരിയെ നമുക്ക് വീണ്ടും ഓർക്കാം. ഈ നമ്മുടെ പ്രാർത്ഥനകളിൽ സജീവമായിട്ടും ഉഷ ഉണ്ടാകട്ടെ. എത്രയും പെട്ടെന്ന് രോഗസൗഖ്യവും ആരോഗ്യവും ദൈവം നൽകുന്നതിനും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിനുമുള്ള എല്ലാ കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് നമുക്ക് ഈ സഹോദരിയെ സമർപ്പിച്ച് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ പേര് മോഹനൻ. ഞാൻ താമസിക്കുന്നത് കുട്ടല്ലൂര് അത്താണി ഭവന ബോർഡിൻ്റെ വാടക ഫ്ലാറ്റിലാണ്. എൻ്റെ ഭാര്യ 3 വർഷമായി കിഡ്നി അസുഖമായി കിടപ്പിലാണ്. എന്നെ സഹായിച്ച ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഞാൻ ഹൃദയമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു.